ഈ ഡബ് ചെയ്യണമെങ്കിലേ ആ ഭാവമൊക്കെ വരുത്തണ്ടേ അല്ലേ? അപ്പൊ ആക്ടിങ് ഉണ്ടാവുമല്ലോ ഉണ്ടാവുണ്ടോ അല്ലേ? അല്ലേ? അല്ലാതെ ചിരിച്ചുകൊണ്ട് നമുക്കൊരു ക്രൂരമായ സംഭാഷണം പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കരയൊക്കെ വേണം. അതെ അതെ, ചില സമയത്ത് കരയുന്നത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ശരിക്കും കരഞ്ഞാൽ അല്ലേ ആ ഒരു ടോൺ വരുള്ളൂ എന്ന് പറഞ്ഞ് പറയിപ്പിച്ചു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ എന്താ ചെയ്യാതിരുന്നത്? എനിക്ക് തോന്നുന്നു ഇനി ഒരു അവസരം വരുവാണെങ്കിൽ എനിക്ക് ചെയ്യാൻ ഒരു കുഴപ്പമില്ല, താല്പര്യമുണ്ട്. കാരണം അന്ന് ഞാൻ പറഞ്ഞത് 2005 2006 സമയത്ത് ചാനൽ പ്രോഗ്രാംസ് ആങ്കർ ചെയ്തിരുന്ന സമയത്തും വലിയ പോപ്പുലർ ആയിരുന്നു. പിന്നെ മ്യൂസിക്കിലായിരുന്നു ഡിവോഷൻ അല്ലേ? ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ അത്തരം ഒരു അവസരം അല്ല, ഈ മോഡലിംഗ് എന്നൊക്കെ പറയുന്നത് അല്ലേ, സൗന്ദര്യത്തെ കുറിച്ച് സ്വയം തിരിച്ചറിഞ്ഞു സാധ്യതകൾ കഴിവ് അല്ലേ? വെരി ഗുഡ്. അങ്ങനെയല്ല, ജയരാജ് സാറിന്റെ ഒരു സിനിമ ഞാനിപ്പോ അഭിനയിച്ചിട്ടുണ്ട്. നായികയൊന്നും അല്ല. സിനിമയുടെ പേര് മെഹഫിൽ എന്നാണ്. ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട് അതിൽ. മുകേഷ് ഏട്ടനാണ് മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. ഒത്തിരി പേരുണ്ട്. മനോജ് കെ ജയൻ, ഞാൻ മനോജ് കെ ജയന്റെ പേരായിട്ടാണ് അഭിനയിച്ചത്. കുറച്ച് സീനേ ഉള്ളൂ എങ്കിലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. സാർ ആദ്യം ചോദിച്ചത് കൊണ്ട് ജയരാജ് സാറിൻ്റെ സിനിമയിൽ തന്നെ ഒരു തുടക്കം വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരവസരം വന്നപ്പോൾ ചെയ്തു എന്നേ ഉള്ളൂ. സിനിമ റിലീസ് ആയിട്ടില്ല. നമുക്ക് ജോസഫിലെ ആ പാട്ടൊന്ന് കേൾക്കാം അല്ലേ? കരിനീല കണ്ണുള്ള പെണ്ണ്, മഴവില്ലിൻ ചിറകുള്ള പെണ്ണ്, കരിമുകിൽ കാക്കപ്പൂവിൻ മറുകുമായി വന്നോള്, കവിളിലെ ചേലായി മിന്നും മുടിമിറഞ്ഞിട്ടോള്, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പു നെയ്ത് എന്താണ്. ഈ പാട്ടിലൊരു പോർഷൻ മാർഗം കളി ഉണ്ട്. ആ സ്ഥലമാണ് ഞാൻ പാടിയിട്ടുള്ളത്. ഓ, ആ ഭാഗത്തല്ലേ? അതെ. അതിലൂടെ വളരെ പ്രശസ്തമായ പാട്ട് ഇനിയും പാടിട്ടില്ലല്ലോ. അല്ല, എല്ലാ പാട്ടുകളും ശ്രദ്ധേയമാണെങ്കിലും എൻ്റെ ചിത്രത്താമര പാടുന്നില്ല. നമ്മളത് ഹൈദപ്രം സർ, എം ജയചന്ദ്രൻ. നിങ്ങളുടെ നാട്ടുകാരനുമാണ്, ഹൈദപ്രക്കാരനാണ് അല്ലേ എം ജയചന്ദ്രൻ? അത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം. കാരണം ദാസാറിനോടൊപ്പമാണ് പാട്ട്. ദാസാർ മാത്രമല്ല, വിജയും ദാസാറും ചേർന്ന് ഞാനും 3 പേരും കൂടിയാണ്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അതോ? ഇല്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. ഇപ്പൊ ഇവരൊന്നും പരസ്പരം കാണുന്നില്ല. മെയിൽ സിംഗർ ഫീമെയിൽ സിംഗർ ഒരുമിച്ച് വേണ്ട കാണുന്നില്ല പാട്ടുകാരൊക്കെ. ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന്, ഒരാൾ ഡൽഹിയിൽ നിന്ന്, ഒരാൾ പിന്നെ UK എന്ന്, അങ്ങനെയൊക്കെയാണല്ലോ പാട്ട് പാടുന്നത് ഇപ്പം അല്ലേ? പക്ഷെ തുടങ്ങുമ്പോൾ അങ്ങനെയായിരുന്നു. അങ്ങനെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഞാൻ പാടി തുടങ്ങിയപ്പോ തൊട്ട് അങ്ങനെയാ, ഒരുമിച്ച് പാടിയിട്ടില്ല ഇതുവരെ. അതല്ലേ, സ്മൃതിയൊക്കെ പാടുന്ന കാലഘട്ടത്തിൽ ഒരുമിച്ചായിരുന്നു. അതെ, ആ കാലമല്ലേ അത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് കളറിലേക്ക് വരുന്നൊരു സമയം. ഇപ്പോഴും ആകാശവാണി റെക്കോർഡിംഗ് അങ്ങനെയാണ്, ലൈവ് ഓർക്കസ്ട്രയുടെ കൂടെ തന്നെയാണ് ലൈറ്റ് മ്യൂസിക് ഒക്കെ പാടുന്നത്. ഓ, അത് ശരി, അങ്ങനെയാണല്ലേ. പഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ടെക്നോളജി ഒക്കെ ഉണ്ടെങ്കിലും ലൈവായി തന്നെ ഇപ്പോഴും അവിടെ റെക്കോർഡിംഗ് നടക്കുന്നത്. അവിടെ മാത്രമാണ് അങ്ങനെ ഒരു അവസരം. ആകാശവാണി കുറച്ച് പതിയെ സഞ്ചരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ. ദൂരദർശനിലും ലൈവായിട്ട് പാടുമ്പോൾ ലൈവായിട്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ ചാനലും ചെയ്യുന്ന പോലെ ലൈവായി പാടുന്നതാണ് ഒരു പരിധിവരെ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു. അതെ അതെ. പിന്നെ ഇപ്പൊ ടെക്നോളജി വരുന്നത്, പല ടെക്നോളജീസ് വികസിച്ച് വരുന്നത് കൊണ്ട് സൗകര്യങ്ങൾ ഒരുപാടാണ്. ഒരു അക്ഷരം വേണമെങ്കിലും മാറ്റാം. പാട്ടുകാരല്ലാത്തവർക്ക് പാട്ട് പാടാം. അങ്ങനെ എന്നാലും ഒരു മിനിമം പാടാൻ കഴിവുണ്ടെങ്കിൽ പൊതുവെ കളിയാക്കി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. കുറച്ചെങ്കിലും ഒരു പാട്ടായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും.